സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. കേരള PSC 2025 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? മനുഷ്യാവകാശ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായം ആണിത്? മെറ്റേർണിക്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മെറ്റേർണിക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നത് മെറ്റേർണിക്കിന്റെ അഭിപ്രായമാണ്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കൂറൂളി ചേക്കോൻ. കൂറൂളി ചേക്കോനാണ് കടത്തനാടൻ സിംഹം എന്ന് അറിയപ്പെടുന്നത്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കൂറൂളി ചേക്കോൻ ആണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. ഗ്രീനിച്ച് സമയം. ഗ്രീനിച്ച് അതായത് 0 ഡിഗ്രി രേഖാംശ രേഖ. 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7.30 ആണ്. 7:30 മണിയാണ്. 7:30 മണി. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ധനനയം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുക്കടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ധനനയവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവ എല്ലാമാണ്. എന്താണ്? ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ശരിയാണ്. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ശരിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയം. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇതും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആയത്? ആദ്യം വോട്ടിംഗ് പ്രായം 21 ആയിരുന്നു. അതിൽ നിന്നും 18 ആക്കിയത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ്? 61-ാം ഭേദഗതിയാണ്. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? 61-ാം ഭേദഗതി. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? മൺസൂൺ മഴ, ഇടവിട്ട് വേനൽക്കാലം, മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളമാണ്. കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ്.
ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകള നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതം, പഴക്കം ചെന്നത്, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതം ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതം, പഴക്കം ചെന്നത്, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗമാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. പടിഞ്ഞാറൻ തീരസമതലം താരതമ്യേന വീതി കുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, വീതി താരതമ്യേന കൂടുതൽ. പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. താരതമ്യേന വീതി കുറവ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. താരതമ്യേന വീതി കുറവ്. പടിഞ്ഞാറൻ തീരസമതലം. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധം ഇല്ലാത്തത് ഏത്? അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, ശരിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു, ശരിയാണ്. ആരാണ്? അയ്യങ്കാളി. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? 1917 നടന്നത് ഏതാണ്? ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചമ്പാരൻ. നീലം കർഷകരുടെ സമരം ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഗാന്ധി ഇർവിൻ ഉടമ്പടി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. 2 മാത്രം. പ്രവിശ്യകളിലെ ഭരണം അവസാനിപ്പിക്കും എന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്തതാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, അതുപോലെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇതെല്ലാം ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? യോഗ്യശ്രീ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയാണ് യോഗ്യശ്രീ. നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. പദ്ധതിയുടെ പേര് യോഗ്യശ്രീ. നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാൾ.
ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. ഹാൻകാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വത്തവകാശം ഇപ്പോൾ ഏത് തരത്തിലുള്ള അവകാശമാണ്? നിയമപരമായ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നുമാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? തെറ്റായ പ്രസ്താവനകൾ. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. അതിൻ്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരിയാണ്. സരളാദേവി ചൗധരിയാണ് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ഇവിടെ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല, രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോർ. അടുത്തത്, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 അതനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ്. ശരിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം അത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആദ്യം ഏതോ അത്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും.
ഏത് വകുപ്പ് എന്നും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. വകുപ്പ് 17. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏത് വകുപ്പാണ്? വകുപ്പ് 17 ആണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. വകുപ്പ് 21. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ്. വകുപ്പ് 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് വകുപ്പ് 32 ആണ്. വകുപ്പ് 32. അപ്പം തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? മാൻഡമസ്. ഏത് റിട്ടാണ്? മാൻഡമസ്. എന്തിനു വേണ്ടിയിട്ട്? പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? എത്രാമത്തെ പട്ടികയാണ്? 8ാമത്തെ പട്ടിക. 8ാമത്തെ പട്ടികയിൽ ഔദ്യോഗിക ഭാഷകളാണ് വരുന്നത്. നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 22 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ പട്ടിക അനുസരിച്ചിട്ട് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത്. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9 ആണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഈ നദികളിൽ ഏറ്റവും വലുത് കബനി നദി, ഏറ്റവും ചെറുത് പാമ്പാറാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 നദികൾ. മൊത്തം 44 നദികളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ്. വി അബ്ദുറഹ്മാൻ കായിക വകുപ്പ് മന്ത്രി. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്.
1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കമാണ്. വൈക്കം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ് ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ സി ആണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് KM പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനിച്ചു. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ്റെ ആത്മകഥയാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഗാന്ധിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്നതിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ഷൺമുഖം ചെട്ടിയാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠ അയ്യർ എന്നിവർ കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടുന്നവരാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏതാണ്? അഗസ്തീശ്വരമാണ്. അഗസ്തീശ്വരം. അപ്പം മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത താലൂക്കുകൾ ഏതൊക്കെയാണ്? തോവാള, കൽക്കുളം, വിളവൻകോട്, അഗസ്തീശ്വരം എന്നീ 4 താലൂക്കുകളാണ് കേരള സംസ്ഥാന രൂപീകരണത്തിനായിട്ട് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് 4 താലൂക്കുകളുടെയും പേര് മനസ്സിലാക്കി വയ്ക്കുക. വിട്ടുകൊടുത്തത് മദ്രാശി സംസ്ഥാനത്തിനാണ്. തിരുവിതാംകൂറിലെ താലൂക്കുകളായിരുന്നു. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എ നിശാന്തത. വിറ്റാമിൻ എ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ഇതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയയാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നവയാണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്?
റേച്ചൽ കാഴ്സൺ ആണ്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് DDT ആണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഇരവികുളം നാഷണൽ പാർക്കാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ളത് ഇനാമലാണ്. ഇനാമൽ. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? ലിംഫോസൈറ്റിൻ്റെതാണ്. ലിംഫോസൈറ്റ്. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. കരൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം? പാവൽ. പ്രിയങ്ക എന്നത് പാവൽ ഇനമാണ്. പാവൽ ഇനം വികസിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാല. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം? ചെറുധാന്യവർഷം, മില്ലറ്റ് ഇയർ ഏതായിരുന്നു? 2023. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷമാണ്. 5 ലക്ഷം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇത് പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ളത് 5 ലക്ഷം രൂപയാണ്. അടുത്ത ചോദ്യം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഇനി തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 2, 3 എന്താണ്? പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ Fനും Pക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം ഏത്? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ. ഓപ്ഷൻ ഡി ആണ് വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത്. വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിലെ പ്രകാരമാണ്. 310 ആണ്. 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 310 കെൽവിനാണ്. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം. ചലനം. ഓപ്ഷൻ ബി ആണ്. U² = B² - 2AS. U² = B² - 2AS. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ കാറിൽ രാസോർജം ഗതികോർജമാക്കുന്നു. സൂര്യഗ്രഹണത്തിനു കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. ഭൂമിക്കും സൂര്യനുമിടയിൽ ആര് വരുന്നു? ചന്ദ്രൻ വരുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രം തെറ്റ്.
ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, തെറ്റ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഐസോടോപ്പ് ഓപ്ഷൻ സി ആണ്. ഒരേ അറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ഒരേ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അറ്റോമിക സംഖ്യ 8 മൂലകം ഓക്സിജനാണ്. ഓപ്ഷൻ ഡി ഓക്സിജൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.